നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു. പ്ലാഴി വടക്കേക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പള്ളിയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പതിനഞ്ചുകാരിയായ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിതാവ് പിടിയിൽ. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവ സംഘാടക സമിതി ഓഫീസ് ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, പ്രേമചന്ദ്രൻ വടക്കേടൻ, അംബിക ടീച്ചർ, അമർ സിംഗ് കുന്നുങ്ങൽ, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ആൻഡ്രൂ തുറയൻ, വത്സൻ കുറുപ്പത്ത്, K ദിനേശ് രാജ, CJ റോബിൻ, MS സജീഷ്, MV പവനൻ എന്നിവർ സംബന്ധിച്ചു. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുക. ഓഗസ്റ്റ് 26-നാണ് തൃപ്രയാർ ജലോത്സവം. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം കനോലി കനാലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 20-ലധികം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ പങ്കെടുക്കും. ജലഘോഷയാത്രയും നടക്കും. പ്ലാഴി വടക്കേക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ ചെറുകോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തൊർണൂക്കര സ്വദേശി അർജുൻ കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. ജോലി സംബന്ധമായ ആവശ്യത്തിനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു അർജുൻ. ചേലക്കര ഭാഗത്തേക്ക് അതിവേഗതയിൽ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് അർജുന്റെ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ യുവാവിന് കാലുകൾക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ അർജുനെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും കാറിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നിട്ടുണ്ട്. പള്ളിയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ കോയമ്പത്തൂരിൽ നിന്നും ഒറ്റപ്പാലം ചുനങ്ങാട് ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിനിടയായത്. ചുനങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലെ ഡ്രൈവർ ഉറക്കത്തിൽപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അപകടത്തിൽ കാർ തകർന്നു. 15-കാരിയായ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിതാവ് പിടിയിൽ. സുനാമി കോളനിയിൽ താമസിക്കുന്ന പോത്തേഴുത്ത് ഷിലിയുടെ മകൾ അമേയ ആണ് ആക്രമണത്തിനിരയായത്. അച്ഛൻ ഷിലി മകളെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അമേയ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിലിയുടെ ഭാര്യ ശ്രീകല പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവ സമയത്ത് മറ്റാരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തൃപ്രയാർ വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മയും നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം സെൻട്രൽ ലൈബ്രറി, കോളേജ് IQAC എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമാദരണീയം 2026 സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മയും നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം സെൻട്രൽ ലൈബ്രറി, കോളേജ് IQAC എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സമാദരണീയം 2026 സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യ നിരൂപകൻ MK ഹരികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം മേധാവി ക്യാപ്റ്റൻ KS ലത അധ്യക്ഷയായി. മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ VS റെജി, ശശി കളരിയേക്കൽ, K ദിനേശ് രാജ, നോമി കൃഷ്ണ, ആര്യ വിശ്വനാഥ്, സതു ഏങ്ങൂർ, EP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും കീർത്തനങ്ങളും ആലപിക്കുന്നതിലുപരി
അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ സുനിൽ പി ഇളയിടം. ഗുരുവിന്റെ വിശ്വമാനവികതയെ ആസ്പദമാക്കി കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും സംയുക്തമായി സംഘടിപ്പിച്ച സ്വേതരത്തേന പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധീഷ് അമ്മവീട് അധ്യക്ഷനായി. ഷൗക്കത്ത് പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് പി വി സജിത, സെക്രട്ടറി MS ദിലീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി, TA ഇക്ബാൽ, PM സജിത് തുടങ്ങിയവർ സംസാരിച്ചു. ജീവശാസ്ത്രപരമായ പാരസ്പര്യം, പരസ്പര ബന്ധം എന്ന നിലയിൽ, സഹോദരൻ സഹോദരി എന്ന നിലയിലുള്ള ഒരു ആശയത്തിനപ്പുറം ഒരു സാമൂഹിക ആശയം എന്ന നിലയിൽ വലിയ തോതിലേക്ക് ലോകം സാഹോദര്യം എന്ന മൂല്യത്തിലേക്ക് ഇന്ത്യയിലൊന്നും കാര്യമായി പ്രവേശിച്ചിട്ടേയില്ല. ഫ്രഞ്ച് വിപ്ലവം ആ മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ആ മുദ്രാവാക്യം ഒരു സാമൂഹിക ഫലമുളവാക്കി തുടങ്ങിയത് പിന്നീട് വേറെ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ഒരു സാദരത്വേന എന്ന ഒരാശയം മുമ്പോട്ട് വയ്ക്കുകയും ഒരു കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കുട്ടികളെ ജെൻസി കുട്ടികൾ എന്ന പേരിൽ തള്ളിക്കളയേണ്ടവരല്ലെന്നും അവകാശങ്ങൾക്കായി കുട്ടികൾ കൂട്ടായ്മയുടെ ശബ്ദമുയർത്തുന്നത് വെറുതെ നോക്കിക്കാണേണ്ട കാഴ്ചയില്ലെന്നും അവരുടെ ചിന്തകളെയും കൂട്ടായ്മയെയും സമൂഹം ഗൗരവത്തോടെ കാണണമെന്നും MLA പറഞ്ഞു. വായനശാല പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, വാർഡ് മെമ്പർ PS ഷാജഹാൻ, വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ്, വൈസ് പ്രസിഡന്റ് ബുഷറ സലീം, PA ഷറഫുദ്ദീൻ, സുബൈദ അബ്ദുൽ ജബ്ബാർ, NR ഖാൻ ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രദേശത്ത് നിന്ന് PhD, MBBS, MA ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വായനശാല സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വായനശാലയുടെ ആദ്യകാല പ്രവർത്തക നഫീസ ടീച്ചറെയും മൈമൂന കുട്ടമംഗലത്തെയും ചടങ്ങിൽ ആദരിച്ചു. ടീച്ചർ ഇതിന് തൊട്ട വീട്, 90 വയസ്സോളം പ്രായമുണ്ട്. ഒന്ന് നമുക്ക് സ്വാഗതം ആശംസിച്ച മൈമൂന ഇത്ത, ഈ രണ്ടുപേരെ ഒരു ഉദ്ഘാടന ചടങ്ങ് ഒക്കെ കഴിഞ്ഞ ശേഷം പുസ്തകം കുട്ടികൾക്ക് അവാർഡ് കൊടുത്തതിന് ശേഷം ഈ രണ്ട് വ്യക്തികളെ വായന ഏറ്റവും കൂടുതൽ വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള എൻ്റെ അനുഭവത്തിലാണത് എനിക്കത് അങ്ങനെ ഒരു ആശയം തോന്നിയത്. ഇത്തരം ഒരു ചടങ്ങ് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ പഠന മേഖലയിൽ കൂടുതൽ ആത്മാർത്ഥമായും സമർത്ഥമായും പഠനം തുടരാൻ അവരെ ഇത്തരത്തിലുള്ള അവാർഡ് നൽകുന്ന ചടങ്ങുകൾ തീർച്ചയായിട്ടും പ്രോത്സാഹനജനകം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. അവർക്ക് എല്ലാവിധ വിജയങ്ങളും ആദ്യമേ തന്നെ നേരുകയാണ്. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ ചരിത്രം ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. 59 മുതൽ ആരംഭിച്ചു. ബദലാവ് സരൂരി ഹേ എന്ന മുദ്രാവാക്യവുമായി സെപ്റ്റംബർ 1 CPI ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ ദിവ്യ അനീഷ്, മാനേജർ PK റഹീം, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, MD സുരേഷ്, KC ശിവരാമൻ, KA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവര് പഠിച്ച് പാസ്സായി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി എല്ലാവരും പിന്നോട്ടാണ്. എന്താ കാര്യം? സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ളവർ, പൈസ കൊടുക്കാൻ തയ്യാറുള്ളവർ, നീറ്റിന്റെ ഏത് തരത്തിലുള്ള സ്ഥാനം വേണമോ, ഏറ്റവും ഉയർന്ന സ്ഥാനം വേണമോ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയുന്നതാണ് അല്ലെ. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു വലിയ റാക്കറ്റ് മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുക്കണമെന്നതിന്റെ ഭാഗമായിട്ടാണ് സമരം നടത്തിയത്. ആ സമരം വിജയിച്ചു.
എന്നാൽ അത് മാത്രമല്ല, ഇന്ത്യയുടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച് യുവാക്കൾ നേരിടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ അധികാരത്തിലേറ്റ ഗവൺമെന്റാണ് കേന്ദ്രം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന് ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച പ്രതി പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. തലോരിൽ ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ മലപ്പുറം സ്വദേശിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നരിപ്പറമ്പ് കടപ്പുറം തെക്കത്തിൽ വീട്ടിൽ അബ്ദുൾ മുർഷിദ് ആണ് പിടിയിലായത്. 28 വയസ്സാണ്. ജൂൺ 26 പുലർച്ചെയാണ് സംഭവം. തലോർ റോയൽ ഹോട്ടലിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന തൃക്കൂർ സ്വദേശി ഗീതാഞ്ജലി വീട്ടിൽ സുനിൽ എന്നയാളുടെ യമഹ ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ അന്വേഷണ സംഘം പേരാമംഗലത്ത് നിന്ന് പിടികൂടിയത്. മോഷ്ടിച്ച ബൈക്ക് പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, മനീഷ്, ഷിനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളിക്കുളങ്ങര ചെമ്പൻകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്പൻകുന്ന് സ്വദേശിയായ പുത്തൻ വീട്ടിൽ ഗിരീഷ് ആണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ചെമ്പൻകുന്ന് SNDP ശാഖയുടെ കീഴിലുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്ത് അതിക്രമിച്ച് കയറിയ പ്രതി ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും തുടർന്ന് അടച്ചിട്ടിരുന്ന തിടപ്പള്ളിയുടെ വാതിൽ തുറന്ന് അവിടെ പ്ലാസ്റ്റിക് ബോക്സിൽ സൂക്ഷിച്ചിരുന്ന പണവും ഉൾപ്പെടെ ആകെ 3000 രൂപയോളമാണ് മോഷ്ടിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷെബാബ് KK, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരായ വെൽസ് KT, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അഴീക്കോട് തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. അഴീക്കോട് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം പുലർച്ചെ കടപ്പുറത്തെത്തിയ തൊഴിലാളികളാണ് ജഡം കരക്കടിഞ്ഞ നിലയിൽ കണ്ടത്. ദിവസങ്ങളോളം പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലാണ്. ചേറ്റുവയിൽ വിവാഹത്തിനിടെ സ്ത്രീകൾ ഉൾപ്പെടെ 25ഓളം പേർ ലിഫ്റ്റിൽ കുടുങ്ങി. ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ ചേറ്റുവ മിലൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സംഭവം. മുകളിലേക്ക് പോകാൻ ചെറിയ കോണിപ്പടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിനാൽ തന്നെ ലിഫ്റ്റിലേക്ക് കൂടുതൽ ആളുകൾ തള്ളിക്കയറിയതിന്റെ ഭാഗമായി ലിഫ്റ്റ് പെട്ടെന്ന് നിന്നു പോവുകയായിരുന്നു. 25ലധികം ആളുകൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ഈ സമയം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഷമീറ ഷബീർ ഉൾപ്പെടെയുള്ളവരുടെ അവസരോചിതമായ ഇടപെടലാണ് വലിയ ഒരു ദുരന്തം ഒഴിവാക്കിയത്. പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചതിന്റെ ഫലമായി നിമിഷങ്ങൾക്കകം ഫയർഫോഴ്സ് എത്തുകയും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെയും ഫയർ ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായി ലിഫ്റ്റ് തുറന്ന് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ ഗതാഗത തടസ്സം കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു.
തുടർന്ന് ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന കർഷക പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. CV കല്ലിങ്ങൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിന് തിരുവില്ലാമല കണ്ണീർക്കോട് സ്വദേശി രാജു നാരായണൻ അർഹനായി. മികച്ച ജൈവ കർഷകനായി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാജഹാനെ തിരഞ്ഞെടുത്തു. കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ് കേരള സർവകലാശാലയിലെ ഹസീന ഭാസ്കറിന് സമ്മാനിക്കും. കൃഷിമന്ത്രി T സിദ്ദിഖാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ചിങ്ങം 1 എറണാകുളം കളമശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന കാർഷിക ദിനാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ സമ്മാനിക്കും. പട്ടിക്കാട് വീട്ടുപരിസരത്തു നിന്നും രാജവെമ്പാലയെ പിടികൂടി. കുരങ്ങൻപാറ സ്വദേശി മേലുവീട്ടിൽ ഗിരീഷിന്റെ വീടിന്റെ പരിസരത്തു നിന്നുമാണ് റെസ്ക്യൂ അജീഷും സംഘവും ചേർന്ന് രാജവെമ്പാലയെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിട്ടു. വനിതകളുടെ സുരക്ഷയ്ക്കായി തൃശൂർ സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ ബിൻ പെട്രോളിംഗ് ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ സുരക്ഷയ്ക്കായി തൃശൂർ സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ ബിൻ പെട്രോളിംഗ് ഇലക്ട്രോണിക് സ്കൂട്ടറുകൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രി OG ജിനീഷ് അധ്യക്ഷത വഹിച്ചു. രചന ജെ പല്ലൻ MLA, മേയർ ഡോക്ടർ ബിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സിറ്റി പോലീസ് നകുൽ രാജേന്ദ്രദേവ്, DIG T നാരായണൻ, ACP TR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത 5 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് നിരത്തിലിറങ്ങിയത്. വടക്കാഞ്ചേരിയിൽ 160 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്വദേശി കോരനത്ത് ശരത്താണ് പിടിയിലായത്. ജില്ലയിൽ ലഹരിക്കെതിരെ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് പ്രതി വലയിലായത്. വോൾവോ ബസിൽ അതീവ രഹസ്യമായി കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നാണ് കണ്ടെത്തിയത്. മേഖലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെയാണ് പിടിയിലായ ശരത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു ശൃംഖലകളെയും പ്രധാന കണ്ണികളെയും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ജലോത്സവം സംഘാടക സമിതി ഓഫീസ് തുറന്നു. പ്ലാഴി വഴക്കേക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പള്ളിയന്നൂർ കല്ലേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പതിനഞ്ചുകാരിയായ മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിതാവ് പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.